അങ്ങനെ നമ്മള് CET കോളേജിലെ മെൻസ് ഹോസ്റ്റലിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി ചേർന്ന് ന്യൂ തിയേറ്റർ ആഘോഷമാക്കാൻ വന്നിരിക്കുകയാണ്. എല്ലാവരും കട്ട ആവേശത്തിലാണ്. നമുക്ക് ഓരോരുത്തരോട് ചോദിക്കാം, എങ്ങനെയാണ് നിങ്ങൾ ഈ പ്ലാൻ ഇട്ടത്? എന്തായിരുന്നു ഇതിന്റെ പിന്നിലുള്ള കാരണം? നമ്മള് പടത്തിന് പോവാൻ പ്ലാൻ ഇട്ടു. നമ്മള് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തു. അപ്പൊ പിന്നെ നമ്മള് ടിക്കറ്റ് എങ്ങനെ കിട്ടുന്നൊക്കെ നോക്കിയപ്പോ നമുക്ക് സംഗീതേട്ടൻ ഫാൻസ് അസോസിയേഷനിലെ സംഗീതേട്ടനെ വിളിച്ച് കോൺടാക്ട് ചെയ്തപ്പോൾ സംഗീതേട്ടനാണ് നമുക്ക് 41 ആൾക്കാരുണ്ട്. അപ്പൊ നമ്മള് 41 ആൾക്കാർക്ക് ടിക്കറ്റ് ഒപ്പിച്ചു തന്നത്. എത്രമാത്രം ആവേശമുണ്ട്? എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നല്ല പ്രതീക്ഷയാണ്. ഉറങ്ങിയായിരുന്നു രാത്രി? ഇത് എന്തായിരുന്നു? പണം കണ്ടിട്ട് ഉറങ്ങോ? ഒരുപാട് സസ്പെൻസുകളും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്തുണ്ട്. നിങ്ങൾ എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. റിക്യൂനെ തൊട്ട് ഫഹദ് ഫാസിൽ വരെ എന്താ നിങ്ങൾ തോന്നുന്നു? ഒരുപാട് പ്രതീക്ഷകളാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടോ ഹോസ്റ്റലില്? എല്ലാവർക്കും അത്ഭുതമാണ്. നിങ്ങൾ ഇത് എങ്ങനെയായിരുന്നു കോർഡിനേഷൻ? എല്ലാവരും ഒരുമിച്ച് കൊണ്ട് കൂടെ നമുക്കൊന്ന് പോയി നോക്കാം. എന്താണ് പേരെന്താണ്? അജയ്. അല്ല, നമുക്ക് കാത്തിരിപ്പിന് ശേഷം നമ്മുടെ എമ്പുരാൻ ലാലേട്ടൻ. അല്ല, ഒരുപാട് സസ്പെൻസ് ഒക്കെ കാത്തിരിപ്പുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അത് നമ്മുടെ ലാലേട്ടന്റെ തിരിച്ചുവരവായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയല്ല, ഇത്ര ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ലാലേട്ടനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, വേറെ ആരെ കൊണ്ട് പറ്റില്ല. അത്രേ ഉള്ളൂ. കുറച്ചുകൂടെ എങ്ങനെ പ്രതീക്ഷകൾ എത്രമാത്രം? വളരെ മികച്ചൊരു സിനിമയായിരിക്കും. സിനിമാറ്റിക് എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. കണ്ടിട്ട് പറയാം. ആരും ഉറക്കമൊഴിച്ചിട്ട് ഉറങ്ങാനേ പറ്റുന്നില്ല. ഈ സിനിമയ്ക്ക് വേണ്ടി ഒത്തിരി കാത്തിരിപ്പ് ഞങ്ങള്. പ്രേക്ഷകർ തമിഴ്നാട്ടിൽ നിന്ന് പടം കാണാൻ എത്തിയ ഒരു വിദ്യാർത്ഥി തമിഴ്നാട്ടിൽ നല്ല ആവേശം എത്ര മാത്രമാണ്? റിക്യൂനെയാണോ? പ്രതീക്ഷകൾ 100-110%. പിന്നല്ല, ലാലേട്ടൻ പൊളിക്കും, തകർക്കും. ട്രെയിലർ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു? ഒന്ന് അറിയാൻ വേണ്ടി. മോഹൻലാലിന്റെ ഏറ്റവും വലിയ ആരാധകരാണ്. പറയാ പ്രതീക്ഷ. 12 മണി തൊട്ട് വെളിയിൽ നിൽക്കുകയാണ്. നേരത്തെ ഇന്നലെ രാത്രി വന്നിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് ഇവിടെ. എത്തി രാത്രി ഫ്ലക്സ് അടിക്കാനും കാര്യങ്ങളൊക്കെ എത്തി എല്ലാവരും. ഈ മുന്നിൽ കാണുന്ന ഫ്ലക്സ് ഒക്കെ അല്ല, അത് വേറെ നമ്മളെ കുറച്ച് ടീമുണ്ട്, അവരെല്ലാരും കൂടെ യൂണിറ്റ് ചെയ്യുന്ന എല്ലാവരും വെച്ചതാണ്. കുറച്ചുകൂടെ. അപ്പൊ നിങ്ങൾ ഹോസ്റ്റലിലുള്ള എല്ലാവരും പ്രതീക്ഷകൾ നല്ല പ്രതീക്ഷയുണ്ട്. രണ്ടാമത്തെ പടം തിരിച്ച് നമ്മുടെ തുടക്കത്തിലേക്ക് തന്നെ വരികയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആവേശം നിൽക്കുന്നത് തുടക്കത്തിലാണ്. അവര് എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്. അല്ല, നിങ്ങളെ ഞാൻ ഒന്നുകൂടെ വന്നേ, നിങ്ങളുടെ തിയേറ്റർ അകത്ത് കയറി നിങ്ങളുടെ പരിപാടി എന്തൊക്കെയാണ്? എങ്ങനെയാണ് നിങ്ങൾ അകത്ത് ആഘോഷമാക്കാനുള്ള പരിപാടി? നമ്മളെന്നെ വൈബാക്കി എടുത്തത്. ഫുള്ള് വൈബാണ്. ഫുള്ള് വൈബാണ്. ഉറക്കപ്പിച്ചിലൊക്കെ നിൽക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒരു ലാലേട്ടന്റെ ഒരു ആർപ്പ് വിളിച്ചിട്ട് നമുക്ക് ഒന്ന് നിർത്തിയാലോ? Thanks.